ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം വലിയ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഞാനൊക്കെ റിപ്പോർട്ടിംഗ് കാലഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങൾ വരെ ഈ സിനിമ തുറന്നു കാണിക്കുന്നു. അത്തരം ഒരു എഴുതുമ്പോൾ മുൻവിധികൾ ഉണ്ടായപ്പോൾ ഈ സിനിമ വരുമ്പോൾ ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടും. ഒരു സെൻസർ ബോർഡ് ഒരു കട്ടിങ് ഉണ്ടാകും, പിന്നെ ഒരു പോരാട്ടം വേണ്ടി വരുന്ന മുൻവിധിയോ ധാരണകളോ ഉണ്ടായിരുന്നു. ഒരു മുസ്ലിം എന്ന നിലയിൽ തന്നെയാണ് താങ്കൾ ഈ സിനിമയിൽ അഭിനയിച്ചത്. ഒരു മറ്റ് മനസ്സിനായിട്ട് അഭിനയിക്കുന്നു. ഒരു മുസ്ലിം നിഷാദ് കോയാണ് കഥ എഴുതിയത്, അഭിനയിച്ചത് ഷെയ്ൻ നിഗമാണ്, ഡയറക്ട് ചെയ്തത് റഫീഖാണ്. അത് ഒരു മുൻവിധിയായിട്ട് സെൻസർ ബോർഡ് കണ്ടിരുന്നു. ഒന്നാമത് ആ ചോദ്യത്തിൽ തന്നെ ഈ നിഷാദ് കോയ എന്ന് പറയുന്ന സ്ട്രെസ് ഉണ്ട്. ആ സംഭവം തന്നെയാണ് നമ്മൾ ഈ സിനിമയുടെ ഒരു എലമെൻ്റ്. അതായത് ഒരു മുസ്ലിം ആയിക്കൊണ്ട് എനിക്ക് ഈ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളോട് എൻ്റെ വിയോജിപ്പോ അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായമോ രേഖപ്പെടുത്താൻ, അത് സിനിമയിലാണെങ്കിലും മാധ്യമത്തിലാണെങ്കിലും എന്താണെങ്കിലും പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മൾ വളരെ പൊരുതി നേടിയൊരു സ്വാതന്ത്ര്യമാണ്. അതിനുശേഷം ഇപ്പോൾ മാധ്യമങ്ങളാണെങ്കിലും സിനിമയാണെങ്കിലും ഒക്കെ ചില കാര്യങ്ങളിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തെ, അല്ലെങ്കിൽ മാധ്യമ സ്വാതന്ത്ര്യത്തെ ആണെങ്കിലും കലാകാരന്മാരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ആണെങ്കിലും കടിഞ്ഞാണ്ടുന്ന രീതിയിൽ ചില അധികാര കേന്ദ്രങ്ങളിൽ നിന്നുണ്ടാകുന്ന നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് അതിനെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അതിനോട് കലഹിക്കുക, അതിനെതിരെ സിനിമകൾ ചെയ്യുക, അതിനെതിരെ മാധ്യമപ്രവർത്തനം ചെയ്യുക എന്നുള്ളതാണ് നമ്മളെല്ലാവരും. കലയാണെങ്കിലും മാധ്യമപ്രവർത്തനമാണെങ്കിലും നമ്മൾ ഇതിൻ്റെ ബേസിക് ഇത് പഠിക്കുന്നു. അപ്പോൾ ആ ഒരു എൻ്റെ കടമ ആണ് നമ്മൾ ചെയ്തത്. ഞാൻ ഈ കഥ ഷെയ്നോട് പറയുമ്പോൾ ഷെയ്ൻ പറഞ്ഞു, ഇത് നമുക്ക് എന്തായാലും ഉടനടി നമുക്ക് കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞു. പിന്നെ റഫീഖും എല്ലാവരും അതിൻ്റെ കൂടെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു നമ്മളുടെ ഒരു ഇനിഷ്യേറ്റീവാണ്. നമ്മൾ നിലനിൽക്കുന്ന സമൂഹത്തിൽ ഒരു കമ്മ്യൂണിറ്റി നേരിടുന്ന പ്രശ്നം എന്താണ് എന്ന് തുറന്നു കാട്ടുക എന്നതാണ്. അപ്പോൾ നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കളമശ്ശേരിയിലൊരു സ്ഫോടനം ഉണ്ടായി. അപ്പോൾ നമ്മളുടെ പോലീസുകാർ ആദ്യം തേടിപ്പോയത് ഈ പറഞ്ഞ നിഷാദ് കോയ എന്ന കമ്മ്യൂണിറ്റിയിൽ പെടുന്ന പേരുള്ള ആളുകളാണ്. അതേ സമയത്ത് അതിനെക്കുറിച്ച് കുറച്ചുകൂടി ജനുവനായിട്ട് അന്വേഷിച്ചിട്ടുള്ള ഒരു നടപടി എടുക്കുകയായിരുന്നെങ്കിൽ, കുറച്ചും കൂടെ ആ പ്രതി സ്വയം ഏറ്റെടുത്തില്ലായിരുന്നെങ്കിൽ, ആ കേസിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തില്ലായിരുന്നെങ്കിൽ എത്രയോ ചെറുപ്പക്കാർ ഇന്നും ജയിലിലുണ്ടാവും. അപ്പം ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അത് നമ്മളുടെ കടമയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ ചെയ്യുന്നതാണ്. മറ്റൊരാളെയും വേദനിപ്പിക്കുന്ന ഒരു ഇതും ആ സിനിമയിലില്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളോട് സൂചിപ്പിക്കാവുന്നതാണ്. ഇപ്പോൾ സെൻസർ ബോർഡിൽ നിന്ന് പറഞ്ഞു 19 കട്ട് ചെയ്ത് കഴിഞ്ഞാലും A സർട്ടിഫിക്കറ്റ് തരും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സിനിമ കണ്ട നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയും കട്ട് ഒഴിവായി എന്നിട്ടും A സർട്ടിഫിക്കറ്റേ തരുള്ളൂ എന്ന് പറയുമ്പോൾ എന്താണ് A സർട്ടിഫിക്കറ്റ് എന്നുള്ള ഈ സിനിമയിലുള്ളത്? അപ്പോൾ എന്തിനാണ് ഇവർ ഭയന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഇവർ ഭയക്കുന്നത് എന്നുള്ള ചോദ്യമാണ് നമുക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ ആ ഒരു നമ്മളുടെ കടമ നമ്മൾ ചെയ്യുന്നു. ജനങ്ങൾ സ്വീകരിക്കുകയോ ഇല്ല എന്നുള്ളത് അത് അവർക്കും കൂടെ നമ്മൾ പറഞ്ഞ കാര്യം സ്വീകാര്യമാണെങ്കിൽ അവർ സ്വീകരിക്കും. ഇതിനകത്ത് പറയുന്ന ഒരു സീനുകളാണ് റോഡിൽ പറയുന്നത് ബോംബുണ്ടോടാ, ബോംബുണ്ടോ നമ്മൾ കേൾവിയുണ്ട്. ആ ഒരു സംഭവം എഴുതുമ്പോൾ താങ്കൾക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നേരിട്ട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എവിടെയെങ്കിലും എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അതൊന്ന് പറഞ്ഞു കേട്ടതാണ്? പിന്നെ നമ്മൾ പൊതുവെ ഈ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നൊരു സാധനം നമ്മളുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ പല ആൾക്കാർക്കുണ്ട്. പക്ഷെ നമ്മുടെ കേരളത്തിൽ പൊതുവെ വളരെ സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്ക് അതിന് ശീലമില്ല. എന്നാലും കേരളത്തിന് പുറത്ത് അതിനൊരു നറേറ്റീവ് ഉണ്ട്. അതായത് അങ്ങനെ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിക്ക് വീട് കിട്ടാൻ ബുദ്ധിമുട്ട്. നമ്മൾ കേരളത്തിന് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിക്ക് വീട് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവുക, അല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം നമ്മളുടെ ID പ്രൂഫ് ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും കുറച്ചധികം ശ്രദ്ധിക്കുക എന്നൊക്കെ പറയുന്ന ഒരു രീതിയിൽ. അപ്പം എനിക്ക് സിനിമയിലൊക്കെ വരുന്നതിന് മുമ്പ് പാലാരിവട്ടത്തൊരു ചെരുപ്പിൻ്റെ ഒരു കട ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പർച്ചേസിന് വേണ്ടിയിട്ട് ബോംബെയിലും ഡൽഹിയിലൊക്കെ പോകുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം പനവേൽ സ്റ്റേഷനിൽ വെച്ചിട്ട് എന്നെ ഒരു റുട്ടീൻ ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് പോലീസ് പിടിച്ചു. ബാഗും കാര്യങ്ങളൊക്കെ പരിശോധിച്ചു എൻ്റെ മൊബൈൽ വാങ്ങിച്ചു. അപ്പം ഞാൻ ബോംബെയിൽ പോയപ്പോൾ എടുത്ത താജ് ഹോട്ടലിൻ്റെ മുമ്പിൽ നിന്നുള്ളൊരു ഫോട്ടോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് കുറച്ച് മുമ്പാണ് താജ് ഹോട്ടലിൽ മറ്റേ ടെററിസ്റ്റ് അറ്റാക്ക് ഒക്കെ നടന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഇതെന്താണ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ കേരളത്തിൽ വന്നാണ്, അപ്പോൾ അവിടെ പോയപ്പോൾ എടുത്താണെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ പേര് ചോദിച്ചു, നിഷാദ് കോയ എന്ന പേര്.
അങ്ങനെ ഞാൻ ട്രെയിൻ വന്ന് സ്റ്റേഷനിൽ നിർത്തി ജസ്റ്റ് പാസ് ചെയ്യുന്നതിന് മുമ്പ് മാത്രം ഏകദേശം 1 മണിക്കൂറോളം അവരെന്നെ ചോദ്യം ചെയ്ത് ആ ഒരു മണിക്കൂർ ഞാൻ അനുഭവിച്ച ഒരു സ്ട്രെസ്സും മാനസിക പിരിമുറുക്കവും ആർക്കും പറഞ്ഞാൽ മനസ്സിലാവും. അത് നിങ്ങൾക്ക് ആ കമ്മ്യൂണിറ്റിയിൽ ജനിച്ച അങ്ങനെ അവസ്ഥയിൽ നിങ്ങൾ നിൽക്കുമ്പോൾ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. അല്ലാത്തവർക്കത് വളരെ സിമ്പിളായിട്ട് തോന്നും. ആ സമയത്ത് ഞാൻ അവിടുന്ന് ഊരാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ നിന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ATM കാർഡ് മാത്രമേ ഉണ്ടായിരുന്നു. ഞാൻ ട്രെയിൻ മിസ്സായിട്ടാണ് ബോംബെയിൽ നിന്ന് പനവേലോട്ട് ടാക്സി വിളിച്ചെത്തിയത്. അപ്പോൾ ഏതെങ്കിലും ATM കൗണ്ടറിൽ നിന്ന് പൈസ എടുക്കാം സ്റ്റേഷനിൽ നിന്നൊക്കെ ഉള്ളതായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. ട്രെയിനിൽ ലാസ്റ്റ് കയറി കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഭക്ഷണത്തിനുള്ള പൈസ ഇല്ല. ട്രെയിനിൽ വെച്ചിട്ട് എനിക്ക് ഇന്നും അയാളുടെ മുഖം ഓർമ്മയുണ്ട്. അയാളാണ് എനിക്ക് രാത്രിയും രാവിലെയും ഭക്ഷണം വാങ്ങിച്ചു തന്നത്. അയാളൊരു മുസ്ലിം അല്ല, ഒരു ഹിന്ദുവാണ്. പക്ഷെ ആ ദിവസം ഞാൻ എൻ്റെ ജീവിതത്തിൽ മരണം വരെ ഞാൻ മറക്കൂല. അങ്ങനെയുള്ള അനുഭവങ്ങൾ പലർക്കും ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ കലാകാരന്മാരാകുമ്പോൾ നമ്മൾ സമൂഹത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളാണല്ലോ നമ്മളുടെ സിനിമകളിലും ഒക്കെ വരും. അങ്ങനൊരു പ്രചോദനമുണ്ട് ഈ സെയിം അവസ്ഥ എന്നുള്ളത്. ഒരു ചെറിയ കാര്യം പറയട്ടെ, ദിവസവും ഒരു ചെറിയ തുക മാറ്റിവെച്ച് വലിയത് വാങ്ങണം. ഗാഡ്ജറ്റ് ആയാലും അപ്ലയൻസ് ആയാലും MyG സൂപ്പർ EMI, ചെറുതിൻ്റെ പവർ.